2000 ആൾക്കുള്ള ഫുഡേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു ഫിക്സഡ് എമൗണ്ട് ആണ്. പക്ഷേ ട്രാൻസ്പോർട്ട് കമ്പനിയിലെയും ടെക്സ്റ്റൈൽസിലെ എംപ്ലോയീസിനെ മൊത്തത്തിലാണ് ക്ഷണിച്ചത്. അത് ഇതിൽ കൂട്ടിയിട്ടില്ല. എന്താ കൂട്ടാഞ്ഞത്? അതോടെ കൂട്ടിക്കൊള്ളൂ. എക്സ്ട്രാ ഒരാൾക്ക് 800 രൂപ വെച്ച്, ടെക്സ്റ്റൈൽസിൽ 44 പേർക്ക് 35,200. ശരിയാണല്ലോ. നമ്മള് ട്രാൻസ്പോർട്ട് കമ്പനിയിലെ ആൾക്കാരെ കൂട്ടിയില്ലേ? ഡ്രൈവർമാരും കണ്ടക്ടർമാരും പിന്നെ വർക്ക്ഷോപ്പിലെ പണിക്കാരെ കൂടിയിട്ട് ഒരു 64 പേരുണ്ടാവട്ടാ. അപ്പൊ 64 × 800 51,200. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സ്ഥിരം സ്റ്റാഫായിട്ട് 24 പേരും ഉണ്ട്. ഇതൊക്കെ നേരത്തെ നോക്കണ്ടേ? 24 × 800 19,200 പ്ലസ് 35,200 പ്ലസ് 51,200 1,05,600. സാറ് രജനി അതിന്റെ യന്ത്രം കണ്ടിട്ടുണ്ടോ? ഇതിന് എന്തിനൊന്നും ആവണ്ട. ബിസിനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനക്കണക്കാ. ഇനി എഴുന്നേറ്റോ. ഡോക്ടറെ, ഈ കൾപ്പൽ ടണൽ സിൻഡ്രോം തൈറോയ്ഡ് കുറയുമ്പോഴും വരുമെന്നാണല്ലോ വിക്കിപീഡിയ പറയുന്നത്. ആണോ? അപ്പോൾ കറക്റ്റ് ആയിരിക്കും. വിക്കിപീഡിയ അങ്ങനെ കള്ളം പറയില്ലല്ലോ. അപ്പോൾ ഒന്ന് തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യാല്ലേ? അതിനെന്താ, ചെയ്യാലോ. നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ലാഭമല്ലേ ഉള്ളേ. അപ്പോൾ തൽക്കാലത്തേക്ക് എന്തെങ്കിലും മരുന്ന് കഴിക്കണോ? അതിനെപ്പറ്റി വിക്കിപീഡിയ ഒന്നും പറഞ്ഞിട്ടില്ലേ? അല്ല, അതിൽ ചില മരുന്നുകൾ പറയുന്നുണ്ട്. ഉവ്വോ. അപ്പൊ ആദ്യം വിക്കിപീഡിയ പറഞ്ഞോലെ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഞാനും വിക്കിപീഡിയ കയറി നോക്കാം. ഒരു മിനിറ്റ്. റിസൾട്ട് വരുമ്പോഴേക്കും കഴിക്കാനേ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും പെയിൻ കില്ലറും എഴുതിത്തരാം. അത് വേണോ? പിന്നെ വേണം. അത് ഈ ഫാർമസിയിൽ തന്നെ വാങ്ങേണ്ടി വരുമല്ലേ? അതെ, ഇവിടെ ആകുമ്പോൾ നല്ല ഒറിജിനൽ മെഡിസിൻ കിട്ടും. ഈ ഹോസ്പിറ്റൽ സാറിന്റെ ഫാദറിലോ ഡോക്ടർ കുര്യാക്കോസിൻ്റെതല്ലേ? യെസ്. ആയിക്കോട്ടെ. പേഷ്യൻസ് കഴിഞ്ഞു. പുറത്ത് ഇനി ആൾക്കാരുണ്ടല്ലോ. അയ്യോ, ഇത് പേഷ്യൻസ് അല്ല, സാറിനെ കാണാൻ വന്നിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സാ. ആണോ? വേഗം വരാൻ പറ. ചെല്ലാൻ പറഞ്ഞു. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. അൽഫോൺസ് ഡോക്ടറുടെ ഡ്യൂട്ടി കഴിഞ്ഞു. പക്ഷെ ബ്രോക്കർമാർ കയറിയിട്ടുണ്ട്. ഓ, നാളെ പെങ്ങളുടെ കല്യാണമാണെന്നൊരു വിചാരമില്ല. ഈ റോഡിനുള്ള സ്ഥലം വിട്ടാ 40 ക്ലീൻ പ്ലോട്ട്സ് കിട്ടും. അതിൽ 10 എണ്ണം ഞാൻ വിൽക്കാം. ഡോക്ടർക്ക് എത്ര എണ്ണം വിൽക്കാൻ പറ്റും? ഒരു 10 എണ്ണം ഞാനും കാച്ചാം. അത് മതി. അപ്പൊ എല്ലാം പറഞ്ഞോലെ നാളെ പെങ്ങടെ കല്യാണം. ലേറ്റ് ആയതിന്റെ ചൂടില്ല. പെങ്ങളുടെ കല്യാണത്തിനപ്പോ ഞങ്ങളെ ക്ഷണിക്കുന്നില്ല സാറേ? അയ്യോ, ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ. സോറി കേട്ടോ. കാണാം. നമ്മുടെ വിൻസെന്റിന്റെ വിത്ത മത്ത കുത്തിയ കുമ്പളം മുളക്കില്ല. വേഗം വാ അൽഫി. നീ ഇങ്ങനെ കിടന്ന് പിടക്കില്ലേ? അവിടെ അപ്പനും ജോമോനും ഒക്കെ ഇല്ലേ? നല്ല മോനാ ജോമോൻ. എന്തും കയറി അങ്ങ് ഏറ്റോളൂ. എന്നിട്ടോ ഇന്നലെ പോയതാ കോയമ്പത്തൂർക്ക്, ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങളുടെ ബാക്കി ബെസ്റ്റ് ഫാമിലി. പെണങ്ങല്ലേടിയോ? കൊഞ്ചാതെ വേഗം വണ്ടി എടുക്ക അൽഫി. ഞാൻ ഉത്സാഹിച്ചില്ല എന്നല്ലേ നിങ്ങളുടെ പെങ്ങന്മാര് കരുതുവാ? എല്ലാ ഡിസൈൻസും നന്നായിട്ടുണ്ടല്ലേ? ഇത് നല്ല എലഗന്റ് ആയിട്ടുണ്ടല്ലോ. ഈ സാരി അസലായിട്ടുണ്ട്. ടെസ്സിക്ക് നന്നായി ചേരും. നാളെ പള്ളിയിൽ നിന്ന് വന്ന റിസപ്ഷൻ വേറെ ഡ്രസ്സാ. അത് കോയമ്പത്തൂര് സ്പെഷ്യൽ വർക്ക് ചെയ്യാൻ കൊടുത്തിരിക്കാ. ജോമ വരുമ്പോ കൊണ്ടുവരും. ഉണ്ടല്ലോ. നോയലും നോറയും അതിന് നനയ്ക്കാനിട്ട പാന്റിന്റെ പോക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്രോയിൽ ഇട്ടിട്ടുണ്ട്. ഏത് ഡ്രോയില്? നമ്മുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ഡ്രോയില്. അവിടെ ഞാൻ നോക്കി കാണുന്നില്ല. ഒന്നേ എടുത്തു കൊടുക്കടി, നിന്റെ കിട്ടിയാണല്ലേ. നീ ഒന്ന് പിടിച്ചേ ഇവിടെ. വരുന്നേ. മെയിൻ റോഡ് ഒന്ന് കഷ്ടി ഒരു 300 മീറ്റർ. അവിടെ നിന്ന് 5 മീറ്റർ വീതിയുള്ള ഉൾ റോഡ്. ഇനി 2-3 പ്ലോട്ടൂടെ ബാക്കിയുള്ളൂ കേട്ടോ. വേണമെങ്കിൽ പറഞ്ഞു. ജസ്റ്റ് ഡോക്ടറെ, ഈ അൽഫോൺസ് ഡോക്ടറെ ഇനി ആശുപത്രിയിലേക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുൾ ടൈം റിയൽ എസ്റ്റേറ്റിൽ ഫോക്കസ് ചെയ്യാൻ പോവാ. അതാ നല്ലതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. അതെ, ഇന്ത്യയിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി ആകുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂര്. വേണമെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിയിടാൻ നോക്ക്. എടാ, നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ ദുബായിലെ അളിയനോട് പറയടാ. ആൽഫി, നാളെ പള്ളിയിൽ നിന്നും ഹാളിലേക്കുള്ള വണ്ടികൾ ആരാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത്? അത് ഇവന്റ് മാനേജ്മെന്റ് കോൺട്രാക്ട് ഉള്ളതല്ലേ? അവര് പറഞ്ഞു അതൊന്നും ഏറ്റിട്ടില്ലെന്ന്. എന്നാ പിന്നെ അതും ജോമോൻ തന്നെ ഏറ്റിട്ടുണ്ടാവും. എന്നിട്ട് അവൻ എവിടെ? ജോമോൻ കോയമ്പത്തൂരിൽ നിന്ന് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൻ ഇനി പാലോണ്ടെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവോ? എങ്കിൽ ബെസ്റ്റായി. മൂപ്പര് ഭാര്യയുടെ കാറിന്റെ പിൻസീറ്റിൽ നിന്ന് കോർപ്പറേഷൻ പറയാൻ തുടങ്ങിയ പിന്നെ വേറൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബ്രിജിത്താമ്മേ, ദേ ഈ സീലിന്റെ അടിയിൽ ഒരു ഒപ്പിട്ടെ. ഞാൻ വിരല് പതിപ്പിച്ചാ പോരെ? പോരാ, ഒരൊപ്പ് ഞാൻ വരച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് വരച്ചാ മതി. ഇനി അതും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുക. ഇതിന്റെ ആവശ്യക്കാരൻ ആ വഴിയിൽ നിൽക്കുന്നുണ്ടാവും. കാശ് വാങ്ങുമ്പോ സൂക്ഷിക്കണം കേട്ടോ.
എവിടെയാ ഒളിക്യാമറ വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല. പാലോടനെയാണോ നീ കൈക്കൂലി വാങ്ങാൻ പഠിപ്പിക്കുന്നത്? മേയർ സ്ഥാനം വനിതാ സംവരണ ആയതുകൊണ്ടല്ലേ ഞാൻ ഈ ബാക്ക് സീറ്റിലിരുന്ന് ഭരിക്കേണ്ടി വരുന്നത്. ആ ദാ നിൽക്കണു. ഡാ ഒന്ന് ചവിട്ടിയുടെ ദിവസൂട്ടി വരുന്നുണ്ട്. നീ എന്നിട്ട് അവിടെ നോക്കണം. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഡം. ഡാ ഒരു നമസ്കാരം കൊണ്ട് ഞങ്ങൾ പകുതിച്ചിട്ടോളാം. വൈകിയപ്പോ ടെൻഷനായി അല്ലേ? ഇതെന്നിട്ടത് ഏലസാണ്. അപ്പൊ ഇത് ബട്ടൺസ് ഞാൻ നോക്കിട്ട് നിന്റെ ഇക്കിളിയൊന്നും മാറിയിട്ടില്ലല്ലേ? എന്റെ പൊന്നു പാലോടെ സാറേ, അത് തിരിക്കൊന്നും വേണ്ട. അത് ക്യാമറ ഒന്നും അല്ല. ക്യാമറ അല്ലാന്ന് എനിക്കറിയാം. ഞാൻ ഇതിൽ മഷി ഉണ്ടോ നോക്കിയതാ പൊട്ട. നീ സാധനം എടുത്തേ. നോട്ടെടുന്ന മെഷീനോ? മൈലാഞ്ചിക്കിളി മൈന മൈന വേണം മൈന സന്തോഷായില്ലോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓഫീസിൽ കയറി ഇറങ്ങണ്ട, എന്നോട് പറഞ്ഞാൽ മതി. മാഡം താങ്ക്സ്. ഒരു കാര്യം ചെയ്യും, ഒരു മൈക്ക് വെച്ച് പ്രിയമുള്ളവരെ മേഡം താങ്ക്സ്, മേഡത്തെ അങ്ങനെയല്ല പറയാ. എടാ കള്ളലക്ഷണം വെച്ച് നോക്കല്ലേ, ആൾക്കാർ സംശയിക്കുന്നു. പോയി ഇനിയൊന്ന് വണ്ടി വിടറോ. ബ്രിജിത്തെ, ഉദ്ഘാടനം കഴിഞ്ഞാൽ അവരുടെ വണ്ടി തന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയണം. പിന്നെ ദേ പൊതി വാങ്ങാൻ മറക്കണ്ട. ഇങ്ങനെ ഒരു കോതി. എന്താ അളിയാ? അളിയ പള്ളിയിൽ നിന്ന് ഹാളിലേക്ക് പോകാനുള്ള കാറുകൾ അളിയനല്ലേ ഏറ്റത്? ഹേയ് ഞാൻ ഏറ്റിട്ടില്ല, അത് ജോമോനല്ലേ ഏറ്റത്. അവനോട് ചോദിക്കേ. ഹോ, എല്ലാം കയറി ഏറ്റിട്ട് ഈ കഴുതക്കുട്ടി എവിടെ പോയി കിടക്കുക? ഹലോ, ബൊക്കയുടെ കാര്യം എന്തായി? അതൊക്കെ ഞാൻ ഏറ്റെടുത്തു. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? റേഞ്ച് ഇല്ലേ? റേഞ്ചിന്റെ അടുത്ത് നല്ല റേഞ്ച് ഉണ്ട്. പക്ഷെ രാവിലെ പോലെ ഇവിടെ കിടന്ന് അലഞ്ഞുകൊണ്ട് ബാറ്ററി അല്പം ലോ ആയിപ്പോയി. പക്ഷെ ഇപ്പൊ ചാർജായി, ഫുൾ ചാർജായി. മോനെ ജോമോനെ, നിന്റെ ബാറ്ററി ചാർജിങ് ഒക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവിടെ നിന്റെ അപ്പനും ചേട്ടനും കിടന്ന് കയറ് ഒട്ടിക്കുന്നുണ്ട്. ഇനിയും ബാറ്ററി ചാർജ് ചെയ്യാൻ നിൽക്കാതെ വേഗം പോര്. ഞാൻ എത്തുന്നു എടുത്തി. വെക്കല്ലേ. അത്യാവശ്യം കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, അതും വാങ്ങണം. പിന്നെ ടെസ്സ കുറച്ച് ഫ്രഷ് മുല്ലപ്പൂ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്, മറക്കണ്ട. ഇല്ലല്ല, മറക്കില്ല. അണ്ണാ എങ്കിൽ അടുത്ത് ATM പോലെ തീർക്കാം. ഇതാ ഇങ്ങ പക്കത്തിൽ സാർ. എസ്കേപ്പ് ആവാൻ നിലച്ചാ സുട്ടുപോടും. ജോമോനെ, ഇത് ഞാനാണ് മുസ്താഖ്, നിന്റെ പഴയ ഫ്രണ്ട്. എല്ലാം കഴിഞ്ഞ് നീ കക്കാനും പിടിച്ചു പറിക്കാൻ തുടങ്ങി. ഒരു സർപ്രൈസ് എൻട്രിയിൽ നിന്നെ ഒന്ന് ഞെട്ടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങനെയാണ് ഞെട്ടിപ്പിക്കുന്നത്. നീ ദുബായിലാണെന്ന് ആരോ പറഞ്ഞു. എന്തിന് ദുബായ്? ഇന്ത്യ ഈസ് ഇൻക്രെഡിബിൾ മാൻ. നീ വില കഴിച്ചാ? ഇല്ല. എങ്കിൽ വാ, ആദ്യം ഭക്ഷണം പിന്നെ സംസാരം. വാ, നീ കയറ്, എനിക്കിവിടെ കാറുണ്ട്. ഇതാണ് എൻ്റെ കാറ്? അതെ. അയ്യേ, നീ എൻ്റെ കാറിലോട്ട് കയറി. BMW? ആ, ഇതൊക്കെ എങ്ങനെ സാധിച്ചു? ഇറ്റ്സ് എ ബിഗ് സ്റ്റോറി മാൻ. കയറി. അല്ല നീ വിട്ടോ, ഞാൻ പുറകെ വരാം.